ഒരു കുഞ്ഞി കഥ പറയട്ടെ. ഒരു കാട്ടിൽ മിന്നി എന്നു പേരുള്ള ഒരു മിന്നാമിനുങ്ങ് ഉണ്ടായിരുന്നു. രാത്രിയിലെ ഇരുട്ടിൽ മുറ്റത്തും ചിലപ്പോഴൊക്കെ നമ്മുടെ മുറിയിലും ഈ കൊച്ചു വിളക്ക് ഇങ്ങനെ പ്രകാശിപ്പിച്ച് വരുന്ന മിന്നാമിനുങ്ങിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇതിങ്ങനെ മുറിയിലിങ്ങനെ വിളക്ക് കത്തിച്ച് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കാണാൻ എന്ത് രസമാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, ഈ മിന്നാമിനുങ്ങ് വീട്ടിൽ വന്നാലുണ്ടല്ലോ അടുത്ത ദിവസങ്ങളിൽ വിരുന്നുകാർ വരുമെന്ന്. ഇപ്പോഴും രാത്രിയിൽ മിന്നാമിനുങ്ങ് വീട്ടിൽ വന്നാൽ ഞാൻ ഓർക്കാറുണ്ട്, പണ്ട് അമ്മച്ചിയൊക്കെ പറഞ്ഞതുപോലെ വിരുന്നുകാർ വരുമോ, ആരായിരിക്കും വരുന്നത് എന്നൊക്കെ ആലോചിക്കാറുണ്ട്. ഈ പഴമൊഴി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പറയുന്നത്? അയ്യോ, നമ്മൾ മിന്നി എന്നു പേരുള്ള മിന്നാമിനുങ്ങിൻ്റെ കഥയല്ലേ പറഞ്ഞു വന്നത്. കഥ തുടരാം കേട്ടോ. അപ്പോൾ ദൈവം തനിക്ക് നൽകിയ തൻ്റെ കൊച്ചു വിളക്ക് പ്രകാശിപ്പിച്ചും മറ്റുള്ളവർക്ക് തന്നെ കൊണ്ട് പറ്റുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്തും എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന മിന്നിയെ കാട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കും ഒരു ദിവസം മിന്നിയുടെ അടുത്തുള്ള മരത്തിൽ മറ്റൊരു കാട്ടിൽ നിന്ന് ഒരു തത്തമ്മയും കുഞ്ഞി തത്തമ്മയും കൂടുകൂട്ടി താമസിക്കാനെത്തി. മിന്നിക്ക് ഇത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. പുതിയ അയൽക്കാരെത്തിയല്ലോ, അതും മറ്റൊരു കാട്ടിൽ നിന്നല്ലേ. അപ്പം അവരെ പോയി ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ മിന്നി വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് മിന്നി തത്തമ്മയെ കാണാൻ ചെന്നു. തത്തമ്മയുടെ പേര് ചിന്നു എന്നായിരുന്നു കേട്ടോ. നല്ല പച്ച നിറവും ചുവന്ന ചുണ്ടുകളും, നല്ല ഭംഗിയാണ് ചിന്നു തത്തമ്മയെ കാണാൻ. മിന്നി ചെന്ന് ചിന്നു തത്തമ്മയോട് പറഞ്ഞു, എൻ്റെ പേര് മിന്നി, ഞാൻ ദാ അവിടെയാണ് താമസം. നമ്മളിപ്പോൾ തൊട്ട് അയൽക്കാരായല്ലോ, നമുക്ക് പരസ്പരം ഒത്തൊരുമയോടെ സന്തോഷമായിട്ട് കഴിയാം. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. എനിക്ക് പറ്റുന്ന സഹായമൊക്കെ ചെയ്തു തരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിനി സുഹൃത്തുക്കളല്ലേ. ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാവരും ഉണ്ട്. മിന്നിയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ട് ചിന്നത്തത്തമ്മയുടെ മുഖത്ത് ഒരു പരിഹാസം നിറഞ്ഞു. അവൾ അഹങ്കാരത്തോടെ മിന്നിയോട് പറഞ്ഞു, ഇത്തിരി പോന്ന നീ എനിക്ക് എന്ത് സഹായം ചെയ്യാനാണ്? നിനക്കതിന് എന്താണ് ചെയ്യാൻ കഴിയുക? ഇത്തിരി പോന്ന കാണാനൊരു ഭംഗിയുമില്ലാത്ത നീ എങ്ങനെ എൻ്റെ സുഹൃത്താകും? നിനക്ക് നാണമില്ലേ? എന്നെ നോക്കൂ, എന്തു ഭംഗിയാണ് കാണാൻ. നീ എൻ്റെ സുഹൃത്തെന്ന് പറയാൻ പോലും നാണക്കേടാണ്. ചിന്നു തത്തമ്മയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ട് മിന്നിക്ക് വലിയ വിഷമമായി. അവൾ ഒന്നും മിണ്ടാതെ തിരികെ പോന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാത്രി ഒരു കരച്ചിൽ മിന്നി കേട്ടു. അവൾ ശ്രദ്ധിച്ചു, ആരാണ് ഈ രാത്രിയിൽ കരയുന്നത്? പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി, അത് ചിന്നത്തത്തമ്മയുടെ കരച്ചിലാണല്ലോ. വേഗം മിന്നി ചിന്നത്തത്തമ്മയുടെ കൂട്ടിലേക്ക് ചെന്നു. അപ്പോഴതാ ചിന്നത്തത്തമ്മ ആകെ വിഷമിച്ച് കരഞ്ഞ് തളർന്നിരിപ്പാണ്. എന്തു പറ്റി ചിന്നത്തത്തമ്മേ? എന്തിനാ കരയുന്നത്? കാര്യം പറയൂ, മിന്നി പറഞ്ഞു. ഇത് കേട്ട ചിന്നത്തത്തമ്മ കരച്ചിലടക്കിക്കൊണ്ട് പറഞ്ഞു, മിന്നി, എൻ്റെ മോൻ, അവൻ ഇതുവരെ കൂട്ടിലെത്തിയിട്ടില്ല. പുതിയ കാടല്ലേ, അവന് വഴിതെറ്റി എവിടെയെങ്കിലും ആപത്തിൽപ്പെട്ടോ എന്നറിയില്ല. ഈ രാത്രിയിൽ ഞാനിനി എന്തു ചെയ്യും? എവിടെ ചെന്ന് അന്വേഷിക്കും? ചിന്നത്തത്തമ്മ സങ്കടം നിയന്ത്രിക്കാനാവാതെ തേങ്ങി. ചിന്നത്തത്തമ്മയുടെ കരച്ചിൽ കണ്ട് മിന്നിക്ക് സങ്കടമായി. അവൾ ചിന്നത്തത്തമ്മയെ ആശ്വസിപ്പിച്ചു. ചിന്നു, നീ വിഷമിക്കണ്ട, കുഞ്ഞിത്തത്തെ നമുക്ക് കണ്ടുപിടിക്കാം, പേടിക്കണ്ട കേട്ടോ. ഇത് കേട്ട ചിന്നു മിന്നിയെ അത്ഭുതത്തോടെ നോക്കി. ഇത്തിരിയുള്ള ഇവൾ എങ്ങനെ ഈ രാത്രിയിൽ? മിന്നിയാവട്ടെ വേഗം അവിടെ നിന്ന് പോയി തൻ്റെ കൂട്ടുകാരായ മറ്റു മിന്നാമിനുങ്ങുകളെ വിവരമറിയിച്ചു. അങ്ങനെ അവരെല്ലാം കൂടി തങ്ങളുടെ കൊച്ചു വിളക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് കാട്ടിൽ തിരച്ചിൽ തുടങ്ങി. അപ്പോഴതാ ഒരു മരക്കൊമ്പിൽ പേടിച്ച് വിറച്ചിരിക്കുന്നു നമ്മുടെ കുഞ്ഞിത്തത്ത. കാട്ടിൽ വഴി തെറ്റി ഇരുട്ടിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ആ മരക്കൊമ്പിൽ പേടിച്ചിരിക്കുകയാണ് കുഞ്ഞിത്തത്ത. കുഞ്ഞിത്തത്തയെ കണ്ടതും മിന്നിക്ക് സന്തോഷമായി. വേഗം തന്നെ മിന്നി കുഞ്ഞിത്തത്തയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൂടെ കൂട്ടി. മിന്നാമിനുങ്ങളുടെ വെളിച്ചത്തിൽ കുഞ്ഞിത്തത്ത പറന്നു. അങ്ങനെ അവർ തത്തമ്മയുടെ കൂട്ടിലെത്തി. അമ്മേ എന്ന് വിളിച്ച് പറന്നു വന്ന കുഞ്ഞിത്തത്തയെ കണ്ടതും ചിന്നുതത്തമ്മ സന്തോഷത്തോടെ വന്ന് കെട്ടിപ്പിടിച്ചു. മിന്നിക്കും കൂട്ടുകാർക്കും സന്തോഷമായി. അവർ തിരിച്ചു പോകാൻ തുടങ്ങി. പെട്ടെന്ന് ചിന്നുതത്തമ്മ മിന്നിയുടെ അടുത്തേക്ക് വന്നു. മിന്നി, നീ എന്നോട് ക്ഷമിക്കണം. കൂട്ടുകൂടാൻ വന്ന് നിന്നെ ഞാൻ കളിയാക്കി വിട്ടു.
വലിപ്പത്തിലും ഭംഗിയിലും ഒന്നുമല്ല കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. നല്ല മനസ്സാണ് വേണ്ടത്. നീ എന്നോട് ക്ഷമിക്കണം. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ രാത്രി എൻ്റെ കുഞ്ഞ് വല്ല ശത്രുക്കളും അവനെ. ചിന്നുത്തത്തമ്മ കൈകൂപ്പി ബാക്കി പറയാനാവാതെ നിന്നു. മിന്നി ഇത് കണ്ട് ചിന്നുവിനോട് പറഞ്ഞു, സാരമില്ല, ഒരാപത്ത് വരുമ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കൂട്ടുകാരെ കൊണ്ടുള്ള കാര്യം? എനിക്ക് നിന്നോട് ഒരു പിണക്കവുമില്ല. ചിന്നു തത്തമ്മ മിന്നിയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി എന്നും നമ്മൾ നല്ല കൂട്ടുകാരാണ്. മിന്നിക്കും സന്തോഷമായി. അങ്ങനെ ചിന്നു തത്തമ്മയും മിന്നിയും നല്ല കൂട്ടുകാരായിട്ട് കഴിഞ്ഞു. ഈ കുഞ്ഞു മിന്നാമിനുങ്ങിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മിന്നാമിനുങ്ങിൻ്റെ കഥ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു വാർത്ത ഓർമ്മ വന്നേ. അതുകൂടെ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ നാട്ടിലെന്ന് മാത്രമല്ല, ലോകമെമ്പാടും മിന്നാമിനുങ്ങൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണത്രേ. മാറി വരുന്ന കാലാവസ്ഥയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മിന്നാമിനുങ്ങൾ ലോകത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മിന്നാമിനുങ്ങളില്ലാതെ ഉള്ള ലോകം. രാത്രിയിൽ ഇങ്ങനെ കുഞ്ഞു വിളക്കുകൾ കത്തിച്ച് മിന്നി മിന്നി വരുന്ന എന്ത് ഭംഗിയാണ് മിന്നാമിനുങ്ങൾ. അങ്ങനെ മിന്നാമിനുങ്ങൾ ഒരിക്കലും നശിച്ചു പോകാതിരിക്കട്ടെ അല്ലേ. ലോകമെമ്പാട് നിറയെ മിന്നാമിനുങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിലും കുഞ്ഞു കുഞ്ഞു മിന്നാമിനുങ്ങൾ ഉണ്ടാവട്ടെ. മറ്റുള്ളവർക്ക് നമ്മളും കുഞ്ഞു മിന്നാമിനുങ്ങാകാൻ ശ്രമിക്കാം.